ആ ഒരു ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ക്ലൈമാക്സാണ് കാണിക്കുന്നത്. ടേൺ എടുത്താൽ ഒരു 7 അബവ് പറ്റുന്നുണ്ട്. ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കണ്ട് മനസ്സിലാക്കേണ്ട സിനിമയാണ്. എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവം തന്നെയാണത്. സിനിമ കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കണ്ട് മനസ്സിലാക്കേണ്ട സിനിമയാണ്. നല്ല മെസ്സേജാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ്റെ അവരുടേതായ ഒരു രീതിയിൽ ഈ പടത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ മെസ്സേജ് വന്നിട്ട് പ്രേക്ഷകരിൽ അധികം കണക്റ്റ് ആവാതെ അവർ തിയേറ്ററിലേക്ക് വരാത്തൊരവസ്ഥയാണ്. ആ ഒരു ഇത് മാറ്റും. സാഹചര്യം കൊണ്ട് മാറണം. ഈ സിനിമയുടെ രീതി അങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. പടത്തിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? പടത്തിൽ നല്ലൊരു മെസ്സേജാണ്. ഇന്നത്തെ ചെറുപ്പക്കാരും ഇന്നത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയ ഒരു സിനിമയാണ്. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയമൊക്കെ? അഭിനയം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ശരിക്കും പുതുമുഖങ്ങളല്ലേ? അപ്പോൾ എങ്ങനെയാണ്? പുതുമുഖങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ഇതില്ലാത്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. നല്ല വർക്കാണ്, നല്ലവണ്ണം നല്ല ക്യാമറയാണ്, ഡയറക്ഷനും കുഴപ്പമില്ല. എല്ലാം നല്ല രീതിയിലുണ്ട്. കണക്റ്റ് ആവണം. അത്രയ്ക്ക് നല്ലൊരു മെസ്സേജാണ് ഈ സിനിമയോട് പറഞ്ഞിരിക്കുന്നത്. ഒരു സിനിമയാണ്. അതായത് ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കറക്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. എന്നുവെച്ചാൽ ഒരുപാട് കണ്ട് പഠിക്കാനുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ബാക്കിയെല്ലാം കാണുന്നവരുടെ ഇടയിലാണ്. നല്ല ക്യാമറയാണ്, അതിന് കുറച്ചൊക്കെ നല്ല ആർട്ടും എല്ലാം കൊള്ളാതെ നന്നായിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന സംഭവമാണ് ഈ പറയുന്നതൊക്കെ സംഭവമാണ്. പക്ഷേ ലാസ്റ്റിലുള്ള ഒരു ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ക്ലൈമാക്സാണ് കാണിക്കുന്നത്. സംഭവം നല്ലതായിരുന്നു. പുതുമുഖത്തിൻ്റെ പടമായതുകൊണ്ടാണ് ഇപ്പോൾ പടം കൂടുതലായിട്ട് ഇപ്പം ആൾ കുറയുന്നു. അതുപോലെ പ്രത്യേകിച്ച് ഇന്ന് മഴയും എല്ലാം കൂടെ ആയതുകൊണ്ട് ആൾ കുറേ ആയിട്ട് തോന്നുന്നുണ്ട്. പബ്ലിസിറ്റി കുറഞ്ഞുമായിട്ട് തോന്നിയിട്ടില്ല. കുറവാണ് പബ്ലിസിറ്റിക്ക്. പോസ്റ്ററുകളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത് സംഭവിക്കുന്നത്. ഒരു പുതിയ തീമാണ്. ആരും മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കാത്ത തീമാണ്. പക്ഷേ അതിനൊരു കുറച്ച് തിരക്കയർ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഓടിയത്. കുറച്ചുകൂടെ നടന്മാരെയൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ പടം കണ്ടിരിക്കാൻ കൊള്ളാം. മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ സ്പേം എടുത്തിട്ട് വേറെ കുട്ടികളെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ്. അങ്ങനൊരു പുതിയ മെസ്സേജ് എന്നുള്ള നിലയിൽ കൊള്ളാം. ടോട്ടലി നല്ലൊരു അത് നമ്മൾ സാധാരണ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നതിന് പകരം ഈ കുട്ടിയുടെ സ്നേഹം അത് ആ കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിലൂടെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ പല പ്ലോട്ട് ത്രെഡുകളും അതിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നും. മറ്റു പല സിനിമ കാണുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഡിഫറെൻ്റായിട്ട് ഒരു മരിച്ചാൽ തന്നെയും ആ തൻ്റെ കാമുകൻ്റെ കുഞ്ഞിനെ കൺസീവ് ചെയ്യും, അവിടെ വെച്ച് തീരുകയാണ്. അതൊരു നല്ല എൻഡിങ് ആയിട്ട് തോന്നുന്നു. നല്ല മെസ്സേജ് തന്നെയാണ്. പക്ഷേ ഇതിൽ എങ്ങനെ അവർ ആ സ്ഥലം കണ്ടെത്തുന്നു, പോലീസ് അടങ്ങിയിരിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ അവിടെ മനഃപൂർവ്വം അത് ചെയ്യാത്തതാണ് അവർ. അതിലോട്ടല്ല സിനിമ പോകുന്നത്. അഭിനയം നായിക അത്ര ശരിയായില്ലെന്ന് തോന്നുന്നു. കാര്യം കുറച്ച് ഏജ്ഡാണ് നായകനോട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ അഭിനയത്തിലും ഒരു 10-ൽ 5 മാർക്ക് കൊടുക്കാനൊക്കെ പറ്റും. പ്രേക്ഷകന് കണക്റ്റ് ആവാത്തത് ഒന്ന് ആ കഥ അവർ തമ്മിലുള്ള റിലേഷൻ കുറച്ചുകൂടെ ഗാഢമായിട്ട് ആവാമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അവരുടെ ഫാമിലി തമ്മിലുള്ള കണക്റ്റ്, മകളിങ്ങനെ പോകുമ്പോൾ എത്ര ലോസാണ് ഒരച്ഛന് വരുന്നത് എന്നുള്ളൊരു ബന്ധങ്ങളുടെ ആ ഒരു തീവ്രത എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്ന് പിന്നെ നേച്ചറിൽ യാതൊരു ശബ്ദവും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ പ്രകൃതിയുമായിട്ടും ഇതിന് ഒരുപക്ഷെ അത് ബജറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കാം ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിൽ ഒതുക്കുന്നത്. അതൊക്കെ ആ സൈഡ് ചിന്തിപ്പിക്കുമ്പോൾ മനസ്സിലാകും. ടോട്ടലൊരു 10 എടുത്താൽ ഒരു 7 അബവ് പറ്റുന്നുണ്ട്. നല്ലൊരു ഡിഫറെൻറ്റ് സ്റ്റോറി, മ്യൂസിക്കും നന്നായിരുന്നു. പിന്നെ ക്യാമറ എല്ലാം ഇതായിരുന്നു. ഒരു നല്ല മെസ്സേജുമാണ്. നല്ലൊരു ബോറടിക്കാതെ അടിപൊളിയായിരുന്നു. ഒരു ഡിഫറെൻറ്റ് തീമാണ്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് നേരറി നേരത്തെന്നുള്ള സിനിമ വളരെ ഇൻഫോർമേറ്റീവ് ആണത്. ഒരു മെസ്സേജുണ്ട്. നല്ല പാട്ടും സംവിധാനമായാലും ക്യാമറ ആയാലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയൊരു അനുഭവം തന്നെയാണത്. അപ്പം നല്ലൊരു പടമായിരുന്നു. പുതിയൊരു പ്രമേയമായിരുന്നു. അത് ആരും ഇപ്പോഴും ഇറക്കാതെ ഒരു പുതിയ കണ്ടൻറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പടം നല്ല പടമാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണണം. ഫിലിം കൊള്ളാം. നല്ല ലൊക്കേഷനും ക്യാമറയും കൊള്ളാം, നന്നായിരിക്കുന്നു.
ഇപ്പോൾ ഇറങ്ങിയ സിനിമകളെ കുറിച്ച് കൊള്ളാമെന്നുള്ളത്. വളരെ നല്ല ഫിലിമാണ്. വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. ഒരു പ്രണയത്തിൻ്റെ അതുവഴി ഒരു പ്രതികാരത്തിൻ്റെ കഥ എങ്ങനെയും പറയാമെന്ന് അതിൻ്റെ ഡയറക്ടർ റൈറ്റർ മിസ്റ്റർ രഞ്ജിത്ത് അത് തെളിയിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രമേയമാണ്. ഒരുപക്ഷെ വളരെ അപൂർവമായിട്ട് മാത്രം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഥയിലൂടെ രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കാണണം. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് അതിൻ്റെ ക്ലൈമാക്സോട് നടക്കുമ്പോൾ തന്നെ ആ കഥയുടെ പിരിമുറുക്കത്തിൽ നമുക്ക് കയറാൻ സാധിക്കും. അത് വളരെ നന്നായിട്ട് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഫിലിമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.